നമ്മുടെ കഴിവുകളെ സംബന്ധിച്ച് പറയാൻ നമുക്ക് 4 രീതിയിൽ അത് ഇംഗ്ലീഷിൽ എക്സ്പ്രസ് ചെയ്യാൻ പറ്റും. ഓക്കെ. ഒന്നാമത്തെ രീതി എന്ന് പറയുന്നത് പൊതുവെ നമുക്കറിയുന്നതാണ്. വളരെ ബേസിക് ആയിട്ടുള്ള കാര്യമാണ്. ഐ ക്യാൻ. ക്യാൻ എന്നുള്ളത് ഒരു ഓക്സിലറി വേർബാണ്. നമുക്കറിയാം. കഴിവിനെ സംബന്ധിച്ച് കഴിവിനെ സംബന്ധിച്ച് പറയുമ്പോൾ ക്യാൻ എന്ന വേർഡ് ഉപയോഗിച്ച് നമുക്ക് പറയാം. ഓക്കെ, ഐ ക്യാൻ. രണ്ടാമത്തത് ഐ ആം ഏബിൾ ടു. ഇതെല്ലാം ഒന്നിച്ച് പറയുകയാണ്. കാരണം ചില ആളുകൾക്ക് ബേസിക് ആയിട്ടുള്ള കാര്യങ്ങൾ അറിയാം, എന്നാൽ അതിന്റെ ഇന്റർമീഡിയറ്റ് ആയിട്ടുള്ള കാര്യങ്ങളിലേക്ക് വരുന്ന സമയത്ത് അവർക്ക് പ്രയാസം ഉണ്ടായിരിക്കും. സോ 3-4 എക്സ്പ്രഷൻസ് ഒരുമിച്ച് പറയുകയാണ്. ഒന്നാമത്തെ ഫ്രേസ് എന്ന് പറയുന്നത് നമുക്ക് എല്ലാവർക്കും പരിചയമുള്ള ഓക്സിലറി വെർബ് ക്യാൻ, കഴിയും, പറ്റും, ആവും എന്നൊക്കെ പറയാനാണ്. സോ സെന്റൻസിൽ വരുന്ന സമയത്ത് ഐ ക്യാൻ, എനിക്ക് ചെയ്യാൻ കഴിയും, എനിക്ക് ചെയ്യാൻ പറ്റും എന്നൊക്കെ ആയിരിക്കും. എക്സാമ്പിളിലേക്ക് പോകുന്നതിന് മുമ്പായിട്ട് നമുക്ക് അടുത്ത ഫ്രേസ് എന്തെന്ന് നോക്കാം. ഓക്കെ, അടുത്തത് ഐ ആം ഏബിൾ ടു. ഐ ആം ഏബിൾ ടു. ഇതും മീനിങ് സെയിം ആണ്. എനിക്ക് പറ്റും, എനിക്ക് കഴിയും, ഞാൻ അതിന് പ്രാപ്തനാണ് എന്നാണ് അതിന്റെ മീനിങ്. ഓക്കെ, അവിടെ നേരത്തെ പറഞ്ഞു മൈക്ക് ഓഫ് ചെയ്ത് വെക്കാൻ. ഇപ്പോ ചില ആളുകളുടെ മൈക്ക് ഓൺ ആണല്ലോ. പ്ലീസ് ടേൺ ഓഫ് യുവർ സുധ മൈക്ക് ഓപ്പൺ. ഓക്കെ, കേട്ടോളൂ. മൂന്നാമത്തെ ഫ്രേസ് എന്ന് പറയുന്നത്, മൂന്നാമത്തത് വളരെ സിമ്പിൾ ആയിട്ടുള്ള കാര്യമാണ്. ഐ ആം കേപ്പബിൾ ഓഫ്. ഐ ആം കേപ്പബിൾ ഓഫ്. അതിന്റെ മീനിങ് ഇത് തന്നെയാണ്. എനിക്ക് ചെയ്യാൻ കഴിയും, ഞാൻ അതിന് പ്രാപ്തനാണ് എന്നാണ് അതിന്റെ മീനിങ്. ഓക്കെ, നാലാമത്തെ ഫ്രേസ് എന്ന് പറയുന്നത് ഐ ആം ഗുഡ് അറ്റ്. ഇത് മുൻപ് നമ്മൾ പ്രാക്ടീസ് ചെയ്തതായതുകൊണ്ട് കൂടുതൽ നിങ്ങൾക്ക് അതിനെ കുറിച്ച് പറഞ്ഞു തരേണ്ട ആവശ്യം ഉണ്ടാവില്ല. എന്തായാലും ഈ 4 ഫ്രേസസ് ഇനി ഒരു ഇത് പഠിക്കാൻ ഇൻട്രസ്റ്റ് ഉണ്ട്. മറ്റൊരു ഫ്രേസും കൂടെ പറയാം. ഐ ഹാവ് ദ എബിലിറ്റി. ഐ ഹാവ് ദ എബിലിറ്റി ടു ഡു സംതിങ്. അപ്പോ വളരെ പ്രധാനപ്പെട്ട കാര്യങ്ങളാണ്. ഒന്നാമത്തത് ഐ ക്യാൻ, എനിക്ക് ചെയ്യാൻ പറ്റും, എനിക്കാവാൻ പറ്റും. രണ്ടാമത്തത് ഐ ആം ഏബിൾ ടു. ഐ ആം ഏബിൾ ടു. മൂന്നാമത്തത് ഐ ആം കേപ്പബിൾ ഓഫ്. ഈ കേപ്പബിൾ ഓഫിന് ശേഷം വരുന്ന വേർബ് ING ഫോം ആയിരിക്കണം എന്ന് നിർബന്ധമുണ്ട്. ഓക്കെ, കേപ്പബിൾ ഓഫ് എന്ന വേർബ് എന്ന ഫ്രേസിന് ശേഷം വരുന്ന വേർബ് ING ഫോമിലായിരിക്കണം. ഓക്കെ, നെക്സ്റ്റ് good at. I am good at. ആദ്യമായിട്ട് സൂമിൽ ജോയിൻ ചെയ്യുന്ന ആളുകൾക്ക് നമ്മൾ ക്ലാസ് എടുത്ത് കൊടുക്കാൻ ഭയങ്കര ബുദ്ധിമുട്ടാണ് അല്ലെ. അതായത് അവർക്ക് ഈ സൂമിന്റെ സെറ്റിങ്സ് അറിയാത്തത് കൊണ്ടായിരിക്കും ഒരു പക്ഷെ മൈക്ക് ഓട്ടോമാറ്റിക് ഓപ്പൺ ആവുന്നതും അവർക്കത് മാനേജ് ചെയ്യാൻ പറ്റാത്തതാണോ എന്താണെന്നൊന്നും അറിയില്ല. എന്തായാലും ആരുടെ മൈക്ക് ഓപ്പൺ ആണ് ഇപ്പോഴും. ഓക്കെ, പേരൊന്നും പറയുന്നില്ല, ഓഫ് ആക്കിയിട്ടുണ്ട് കേട്ടോ. രണ്ട് പേരുടെ മൈക്ക് ഓപ്പൺ. യെസ്, മറ്റൊരു എക്സ്പ്രഷൻ ആണ് എന്ത്? ഐ ആം ഗുഡ് അറ്റ്. ഐ ആം ഗുഡ് അറ്റ്. ഐ ആം ഗുഡ് അറ്റ്. ഐ ആം ഗുഡ് അറ്റ് ഡ്രോയിങ്. അപ്പോ ഗുഡ് അറ്റിന് ശേഷം വേർബ് ഉപയോഗിക്കുകയാണെങ്കിൽ ING ഫോം വേണം. കേപ്പബിൾ ഓഫിന് ശേഷം വേർബ് ഉപയോഗിക്കുകയാണെങ്കിൽ വേർബിനെ ഉപയോഗിക്കേണ്ടത്, വേർബിന് ശേഷം ING ഫോം ആണ് ഉപയോഗിക്കേണ്ടത്. അപ്പൊ ഇതൊക്കെ ഉപയോഗിച്ച് സെന്റൻസുകൾ എങ്ങനെ പറയാൻ നോക്കാം. ഓക്കെ, എനിക്ക് നന്നായി പാടാൻ കഴിയും. I can sing well. I can sing well. ഞാൻ ഇംഗ്ലീഷ് സംസാരിക്കാൻ പ്രാപ്തനാണ്.
പ്രാപ്തനാണെന്ന് പറഞ്ഞാൽ കഴിവുണ്ട്, കഴിയും എന്നൊക്കെ തന്നെയാണ്. ഓക്കെ, അതിന്റെ ഒരു മലയാളത്തിൽ തന്നെ ഒരു വേറൊരു വേർഷൻ ആണല്ലോ. അപ്പൊ അത് നമുക്ക് ക്യാൻ ഉപയോഗിച്ച് പറയാം. എന്നാൽ ഞാൻ മറ്റൊരു ഫ്രേസ് ഉപയോഗിച്ചിട്ടാണ് പറയുന്നത്. ഓക്കെ ഓക്കെ ഡിയർ മെമ്പേഴ്സ്, കേൾക്കുന്നുണ്ടാവുമെന്ന് വിചാരിക്കുന്നു. ചെറിയൊരു ഡിസ്കണക്ഷൻ സംഭവിച്ചതാണ്. ഡോണ്ട് വറി. ഓക്കെ, സോ ഐ ക്യാൻ സിങ് വെൽ. എനിക്ക് നന്നായി പാടാൻ പറ്റും, കഴിയും. രണ്ടാമത്തെ എക്സ്പ്രഷൻ എന്ന് പറയുന്നത് കേപ്പബിൾ ഓഫ്. അത് വെച്ച് നമുക്കൊരു സെന്റൻസ് ക്രിയേറ്റ് ചെയ്ത് നോക്കാം. ഓക്കെ, ഞാൻ ഇംഗ്ലീഷ് സംസാരിക്കാൻ പ്രാപ്തനാണ്. ഐ ആം കേപ്പബിൾ ഓഫ്. ഐ ആം കേപ്പബിൾ ഓഫ് സ്പീക്കിംഗ് ഇംഗ്ലീഷ്. കണ്ടില്ലേ, കേപ്പബിൾ ഓഫ് കഴിഞ്ഞതിന് ശേഷം സ്പീക്ക് പോരാ, ING ഫോം ആണ് ഉപയോഗിക്കേണ്ടത്. കേപ്പബിൾ ഓഫ് സ്പീക്കിംഗ് ഇംഗ്ലീഷ്. മൂന്നാമത്തെ എക്സ്പ്രഷൻ എന്തായിരുന്നു? ഗുഡ് അറ്റ്, അല്ലെ? സോ ഐ ആം ഗുഡ് അറ്റ് എന്താണ്? ഞാൻ കണക്കുകൾ കൂട്ടുന്നതിൽ ഭയങ്കര മിടുക്കനാണ്, അല്ലെങ്കിൽ എനിക്ക് കണക്കുകളൊക്കെ വളരെ നന്നായിട്ട് കൂട്ടാൻ പറ്റും. I am good at calculating bills. I am good at calculating bills, അല്ലെങ്കിൽ I am good at calculation, അങ്ങനെയും പറയാം. നെക്സ്റ്റ് മറ്റൊരു ഫ്രേസ് ആയിരുന്നു എന്തായിരുന്നു? ആർക്ക് പറയാം? I am able to. I have the ability. I have the ability to. അത് ഉപയോഗിച്ച് പറയാം. അതല്ലാതെ വേറൊന്നും കൂടെ ഉണ്ടല്ലോ, അതേതാണ്? ഒന്ന് പറയാൻ വിട്ടുപോയി. യെസ്, Able to. ഏബിൾ ടു. ആദ്യം പറഞ്ഞത് ഐ ക്യാൻ, പിന്നീട് പറഞ്ഞത് ഐ ആം ഏബിൾ ടു, പിന്നെ പറഞ്ഞത് എന്താണ്? ഐ ആം കേപ്പബിൾ ഓഫ്, പിന്നീട് പറഞ്ഞത് എന്താണ്? ഐ ആം ഗുഡ് അറ്റ്. ഇങ്ങനെ 4 പ്രധാനപ്പെട്ട ഫ്രേസസ് അല്ലെങ്കിൽ എക്സ്പ്രഷൻസ് ആണ് നമ്മുടെ കഴിവിനെ സംബന്ധിച്ച് പറയുമ്പോൾ ഇംഗ്ലീഷിൽ നമുക്ക് ഉപയോഗിക്കാൻ പറ്റിയിട്ടുള്ള രൂപങ്ങൾ എന്ന് പറയുന്നത്. അതല്ലാതെ നമുക്ക് ഇത് അത്ര സ്റ്റാൻഡേർഡ് ഒന്നും ആവില്ല. ഐ ഹാവ് ദ എബിലിറ്റി ടു, അങ്ങനെയൊക്കെ പറയാറുണ്ട് ആളുകൾ. ഓക്കെ, ഐ ഹാവ് ദ എബിലിറ്റി ടു ഡിസൈൻ പ്രോപ്പർലി. ഐ ഹാവ് ദ എബിലിറ്റി ടു കൺവിൻസ് പീപ്പിൾ. ഓക്കെ, ഇനി നമുക്ക് നിങ്ങൾക്ക് അവസരം തരികയാണ്. നിങ്ങൾക്ക് സംസാരിക്കാനുള്ള അവസരമാണ്. അതിന് മുൻപായിട്ട് ഈ 4 ഫ്രേസസ് ഉപയോഗിച്ച് എങ്ങനെ സെന്റൻസുകൾ ക്രിയേറ്റ് ചെയ്യാമെന്ന് ഒരു എക്സാമ്പിൾ ഉപയോഗിച്ച് ഞാൻ വീണ്ടും പറയുകയാണ്. ഓക്കെ, ഓരോ ഫ്രേസസ് ഉപയോഗിച്ച് വ്യത്യസ്ത എക്സാമ്പിൾസ് നിങ്ങൾ പറയേണ്ടതാണ്. സോ ആദ്യം ഞാൻ തന്നെ സ്റ്റാർട്ട് ചെയ്യുകയാണ്. ഓക്കെ, സോ ലെറ്റ്സ് ലിസൺ. I can convince people. I can convince people. Number 2, I am capable of understanding your problem. I am capable of understanding your problem. എനിക്ക് നിങ്ങളുടെ പ്രശ്നങ്ങൾ മനസ്സിലാക്കാൻ പറ്റും, അല്ലെങ്കിൽ ഞാൻ നിങ്ങളുടെ പ്രശ്നങ്ങളൊക്കെ മനസ്സിലാക്കാൻ പ്രാപ്തനാണ്. അതിന്റെ മീനിങ് അങ്ങനെയാണ്. Number 3, I am good at swimming in the river. I am good at swimming in the river. Sharina Regina, mic off here. Please turn off your mic. Okay. The last one, I am good at swimming in the river. So ഇതിൽ എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇപ്പോൾ ചോദിക്കാം, അല്ലെങ്കിൽ നമുക്ക് ഓരോരുത്തരായിട്ട് എക്സാമ്പിൾസ് പറഞ്ഞു തുടങ്ങാം. എന്തെങ്കിലും സംശയം ചോദിക്കാനുള്ളവർക്ക് ചോദിക്കാം. എബിലിറ്റി ടു വെച്ചിട്ടൂടെ ഒരു സെന്റൻസ് പറഞ്ഞോളൂ സാറേ. പറഞ്ഞില്ല. Ability ഉപയോഗിക്കാം, but I think it's not a formal or a standard phrase. Anyway, I'll just give you one example. I have the ability to motivate
I have the ability to motivate people. Okay. ഇനി വേണമെങ്കിൽ ഇങ്ങനെയൊക്കെ പറയാം, നമുക്ക് പല രീതിയിലും പറയാൻ പറ്റും. പക്ഷെ അതൊന്നും എന്തല്ല ഫോർമൽ ആയിട്ടുള്ള ഒരു രീതിയല്ല, അല്ലെങ്കിൽ അഡ്വാൻസ്ഡ് ആയിട്ടുള്ള രീതിയല്ല എന്നുള്ളതാണ്. ഓക്കെ, സോ ഐ ഹാവ് ദ പൊട്ടൻഷ്യൽ ടു, അങ്ങനെ പറയാനും പറ്റും. ഓക്കെ, വേറെ ഏതെങ്കിലും രീതി മറ്റാർക്കെങ്കിലും അറിയോ? നമുക്ക് ചിലപ്പോ ഇവിടെ നിന്ന് ചില ആളുകളുടെ അടുത്ത് നമുക്ക് അറിവ്, പുതിയ അറിവ് കിട്ടും, ഒരു പക്ഷേ നമുക്ക് നേടിയെടുക്കാൻ പറ്റും. ഇതല്ലാതെ വേറെ ഏതെങ്കിലും നിങ്ങൾ കേട്ട് പരിചയമുണ്ടോ? നിങ്ങൾക്ക് അറിയെങ്കിൽ പറയാം. എല്ലാവരും മൈക്ക് ഓപ്പൺ ചെയ്യരുത്, ഓരോരുത്തരായിട്ട് പറയാം. പുതിയ ഏതെങ്കിലും ഫ്രേസ് കേട്ട് പരിചയമുണ്ടോ? ഇല്ല. എന്താണ് പറയൂ. Okay, I couldn't join the beginning, so I didn't understand what you're talking about. Please mute. It's not our mistake. So you became late, so please listen. Don't worry, please listen. Anybody? Okay. എന്നാൽ നമുക്ക് നോക്കാം. ഇവിടെ ലേറ്റ് ആയി വന്നവർക്കൊക്കെ ഇനി മറ്റ് മെമ്പേഴ്സ് സംസാരിക്കുന്ന സമയത്ത് കൂടുതൽ മനസ്സിലാക്കാൻ പറ്റും. അതിനുശേഷം നിങ്ങൾക്കും ജോയിൻ ചെയ്യാവുന്നതാണ്. സുമ, എന്താണ് പറയാനുള്ളത്? പറഞ്ഞോളൂ. ഞാൻ പറയട്ടെ എക്സാമ്പിൾസ് പറയാനാണോ? ഓക്കെ, അപ്പൊ നിങ്ങൾ ഉപയോഗിക്കേണ്ട എക്സാമ്പിൾസ് ഏതൊക്കെയാന്ന് വെച്ചാല് 4 എക്സാമ്പിൾസ് ആണ് നിങ്ങൾ, 4 ഫ്രേസസ് ആണ് നിങ്ങൾ ഉപയോഗിക്കേണ്ടത്. ഉപയോഗിക്കേണ്ട 4 പാറ്റേൺ: 1 I can, 2 I am able to, 3 I am good at, 4 I am capable of. അപ്പോ സുമ മാം റെഡി ആയിട്ടുണ്ട്, അവര് പറയുന്നത് നമുക്ക് കേൾക്കാം. അതിനുശേഷം ഓരോരുത്തരായിട്ട് പറയും. Okay, Suma ma'am, click the mic button and you can speak. I can stitch. Hello. Okay. Hello, can you hear me? We can hear a music. Hello, along sir. with your voice. Along with your voice, we can hear a music. Is it from your home? One second. Yes. One second. Amma, sound work. Sound work. Very good. Just turn off your mic and speak. Hello, sir. Ado Amma TV യുടെ വോളിയം കൂട്ടി വെച്ചതാണ്. Sorry. Don't worry. Sir, can I can stitch. I am able to stitching. I am capable of stitching. I am good at stitching. Is it correct? Okay. കേൾക്കട്ടോ, ഒരു മിനിറ്റ്. നിങ്ങൾ ധൃതിപ്പെടേണ്ട ഒരു ആവശ്യമില്ല. ഇവിടെ നിങ്ങൾക്ക് അവസരം തരാത്ത ഒരു അങ്ങനെ എന്തെങ്കിലും പ്രശ്നമുണ്ടോ? ഇല്ലല്ലോ. നിങ്ങൾ ആദ്യം എന്താണ് പറയേണ്ടതെന്ന് കേൾക്കുക. ഓക്കെ, നിങ്ങൾക്ക് പറയാനുള്ള അവസരമാണിത്. ബട്ട് ഇങ്ങനെയല്ല, നിങ്ങൾ ഒന്നും കൂടെ ശ്രദ്ധിക്കുക. നിങ്ങൾ പ്ലീസ് ബി എ ഗുഡ് ലിസണർ, ദെൻ യു വിൽ ഗെറ്റ് മോർ. നിങ്ങൾ ചെയ്യേണ്ടത് വ്യത്യസ്ത എക്സാമ്പിൾസ് ഉപയോഗിക്കണം വേണ്ടത്. ഐ ക്യാനിന്റെ കൂടെ ഉപയോഗിച്ച സ്റ്റിച്ച് എന്ന് പറഞ്ഞ കാര്യം അടുത്ത സെന്റൻസിൽ വേറെ ഉപയോഗിക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് കൂടുതൽ. സുമ മാഡം മൈക്ക് ഓഫ് ചെയ്യും, നിങ്ങളുടെ ഭാഗത്ത് നിന്ന് വളരെയധികം ശബ്ദം വരുന്നുണ്ട്. ഓക്കെ, അപ്പോ നമ്മൾ വ്യത്യസ്ത സെന്റൻസുകൾ പറയാണ് വേണ്ടത്. അതിന്റെ കൂടെ നമ്മൾ ഉപയോഗിക്കുന്ന വാക്കുകൾ ഡിഫറെന്റ് ആയിരിക്കണം എന്നാണ്. ഒരേപോലെയുള്ള വാക്കുകൾ ഉപയോഗിക്കാനൊക്കെ പറ്റും, ബട്ട് നമുക്ക് കൂടുതൽ കൂടുതൽ എക്സ്പ്ലോഷർ കിട്ടുന്നില്ല. So we have to make sentences with different words. Sariga, if you are ready, you can speak. Just click on the mic and start speaking. Use different words. I can, I am able to, okay, I am capable of, I am good at. Yes. I can symbol, I'm capable of solving issues, I'm good at writing poems. But sir, I am able to, അത് മനസ്സിലായില്ല. I am able to. Yes, I am able to. എനിക്ക് പറ്റുമെന്ന് തന്നെയാണ്. Yes. I am able to what? Able to solving issues. I am capable of solving issues. That you said already. Then I am able to. You can just connect a verb, one first form of the verb.
Okay. Okay, Sarika, thank you so much. Well done. It was nice. Next. അടുത്ത ആരാ പറയുന്നത്? Okay. ഒരാൾ. Rinsy. Yes. Rinsi, yes. I can drive a car. I'm able to draw a picture. I'm capable of stitching a churidar. I'm good at singing a song. Very good. Next. Who can? Just say your name. ഞാൻ പറയട്ടെ സർ. Who is that? Who is that I? Just say your name, please. Leela. Okay. നിങ്ങൾ പേര് പറഞ്ഞു കഴിഞ്ഞാല് ഞാൻ ആ പേര് എന്ത് ചെയ്യും, വീണ്ടും റിപ്പീറ്റ് ചെയ്യും. അപ്പൊ മറ്റുള്ളവർ സംസാരിക്കൂല. Okay. Now Leela. Mrs. Leela. I am able to drive. I am capable of drawing. I am good at cooking biryani. I have the ability to play drums. Okay. Next. Nusaiba, are you going to speak? Nusaiba, are you going to speak? Yes or no? Binduke. Please say. Hello. Binduke, yes, madam. Sir, just now I got the rules that I don't know. Okay. Next person who would like to speak, just say name. Just say your name. Sumaya. Okay, Sumaya. Carry on. I can teach well. I am able to drive a car. I am capable of cooking pasta. I am good at reading news. Okay, very good. Well done, Sumaya. Next. So Nasia. Yes, Nasia. I can cook well. I am able to cook biryani. And I am good at singing. I am capable of understanding others' feelings. Okay, very good. So you have the capability of understanding others' feelings. That's great. Next. Okay, sir, ഞാൻ പറയാം. Yes, who is that? Nyan. Jubairia. I'm Yes, Jubairia. Yes, Jubairia. Go. I'm able to teaching. I'm able to teach. I'm good at in story writing. I'm capable. ജുബൈരിയ, ഒരു കാര്യം മനസ്സിലാക്കുക, ഇത് പല ആളുകൾക്കും മിസ്റ്റേക്ക് വരുന്നതാണ്. ടു വന്നതിന് ശേഷം നമ്മൾ ഒരിക്കലും വേർബിന്റെ ING ഫോം ഉപയോഗിക്കാൻ പാടില്ല. ചില സാഹചര്യത്തിൽ അങ്ങനെ ഉപയോഗിക്കേണ്ട ഒരു ഫ്രേസസ് ഒക്കെ ഉണ്ട്. ലുക്ക് ഫോർവേഡ് ടു, ആ ടൂവിന് ശേഷം ING ഫോം ഉപയോഗിക്കണം. പക്ഷെ ഇവിടെ നമ്മൾ എന്ത് ചെയ്യരുത്, ടൂവിന് ശേഷം ING ഫോം ഇല്ല. I am able to കഴിഞ്ഞാൽ verb ഫസ്റ്റ് ഫോം ആണ്. Okay, I am able to teach you. I am able to give you a piece of information this evening, and I am able to turn off the video. Like that we can say simple. Okay, Jubairia manasilayile? Got it? Sir. Okay, are you able to understand my words? Yeah. Yes. Okay, very good. Next. Sir, here I am Kavita. Can I? Okay, Kavita ma'am. Yes. Good evening, sir. Good evening. Okay, it's my turn. I am good at cooking. I'm able to solve the intricate issue in effortlessly. I can understand people who suffer. And 3 numbers. I'm capable of mingling people. What did you say, Mrs. Kavita? Mingling with people or something? What was that? Means I'm good at people.
I'm good at people. I'm very friendly with people. That's I mean. Okay. I'm good at building relationship, or I am good at convincing people, like that. Okay. Got it. Yeah, yes. We can't say I'm good at people. That meaning will not be sense. Okay. Mr. Abdurrahman, I think your voice is not perfectly audible here. Abdurrahman sir. Please check your connectivity. I think something. Can Shahina speak? Yes, sure. Shahina. Shahina. Yes. I can engage children in their leisure time. I am able to train the teachers. I am good at arranging things in order. Yes. 3 only, sir. Very good. One more. Good at, capable of, able to, can. Don't worry. I am able to present things well. All right. So you have better presentation skills. Okay. Sanumati Pidambaram. Sanumati Pidambaram. Madam, hello, madam. Can you hear me? Your mic is not turned on. Please turn on your mic, then only you can speak. Okay, who is that? Who is that? I can say Sujata. Yes. Sure. Yes, Sujata. Say your name, then only I can identify the people, because there are hundreds of people here. Yes, Sujata. Good evening. Good evening, sir. I can teach the students. I am able to solve the problems. I am good at driving. I am capable of writing the story. Okay. Mr. Rashid, you joined here late. So are you capable of understanding the sentences? Are you capable of grasping the ideas? Mr. Rashid, if you are able to speak, you can start speaking. Don't worry, don't wait. Yes. All right. Yes, sir. As Got far it. as my concern. Your voice is people. breaking up. Your voice is breaking up, Mr. Rashid. Can you please check the connectivity? Are you okay now? Move on. Hello, can you hear me? Yes, perfect. Go on. Hello. Yes, Mr. Rashid, I can hear you. I am able to hear you. Yes, sir. Okay. I'm able to speak in front of the people. Okay. I can understand the people issues, Yes. and Good. I'm able to solve their issues. Very good, And, Mr. Rashid. And I believe there is one more, right? Good at or capable of. Yeah, good. I good at learning English. I can. Mr. Rashid, is it I good at or I'm good at? One more thing, I'm sorry. Mr. Rashid, is it I good at or I am good at? I'm good at. Very good. Oh, Are you speaking? Would you like to deliver some sentences? Just say. Sir, May I? Who is that? I? May I, Rasna? Okay, Resna. Move on. Okay. I can teach very well. I am able to review the movie. I am capable of describing the story. I am good at solve the issue to others. Very good. Next, Siji Xavier. He raised her hand. Hello, I am Siji Xavier. I am able to write poems. I am capable of. I can stitch dress.
I can good at CG Xavier, please calm down. Please, I can help you. Just Sir. wait a moment. Sir, Wait a moment. Sija. CG Xavier, are you online? Can you hear me? yes, yes, sir. Okay, so the first term or the pattern is I can. Can you say a different sentence with I can? എനിക്ക് കഴിയും. നിങ്ങൾക്ക് കഴിയുന്ന എന്തെങ്കിലും ഒന്ന് പറഞ്ഞേ. I can. Yes, come on. I can I can. draw a picture. Okay, so you can say that. I- Perfect. Okay, listen. I can draw a picture. So you can just enlarge. You know, we want to enlarge sentences if possible. You can follow me. I can draw a picture of a beautiful house for you. The sentence is going lengthier. So, you know, we can make such type of sentences. It is the trick or the magic. How to lengthen? Just add some information. What, when, where, how. I can draw a picture. That's your sentence. I added a piece of information. Then we got a long sentence. CG Xavier, are you listening? Okay. Yes, sir. I can draw a picture of a beautiful house for you. Okay, next. Okay. Next. Please don't go. Please wait. I am capable of. Can you say another sentence? I am capable of. Enikku pattum, enikavum. Yes, that's the meaning. I am capable of cook biryani. Yes. Cooking biryani. Okay. I am capable of cooking biryani. What type of biryani? Cooking biryani. Delicious or tasty? I am capable of cooking chicken biryani and beef biryani, etc. Okay. I am capable of chicken biryani. Very good. Next, another one is good at. Good at. Hi, sir. Can you? Babu. Hi, sir. Wait. Can you? Okay. Who would like to speak? Abdurrahman. Okay, sir. I can adapt to new challenges. I am capable of handling complex tasks. I am good at problem solving. I have the ability to learn quickly. Very good. Fantabulous, Mr. Abdurrahman, sir. Well done. Thank you, sir. For your stunning sentences. Next, Arikum Parayato. Babu is here, sir. Okay, Babu is here. Babu is online, so let's listen to Mr. Babu's words. Sir, I can walk 5 kilometers a day. Very good. I am able to drive a car. I am capable of organizing various people. I am good at singing. I want to get a clarity about one sentence. Yes. I can organize people. What is that? I am capable of organizing. I am capable of organizing people. Handling people, okay. Organizing a program, executing a program like that. Okay. It's okay. Next. Sir, Sija. I can, sir. I am Sija. Srimada. I can speak English very well. I am capable of teaching my students. I am good at dancing. I am able to cooking delicious food. I have the ability to write story. I am able to cooking not. I am able to cook. Two after two. Cook. You have to use verb one. Okay, so sorry. Okay. Don't worry. Okay. Maybe slip of tongue. Next, Priyamvada. Sir, can I speak? Sure.
Carry on. Priyamvada. Yes, sir. I am able to speak English. I can cook very well. I am capable to driving. I am good at understand my friends. Okay, next. Okay, sir. Shanu. Yes. Thank you, sir. Shahnaz. Shanu. Hello, sir. Yes. Hello, sir. Are you able to speak right now? Yes, sir, but I don't know. I just joined right now. What is going here? Okay. Just listen. Keep on listening. Next. Sir, can I speak? Can Sure. I speak? Regina. Regina. Okay. I can cook well. I'm able to drive fast. I'm capable of stitching well. I am good at in writing poem. Okay, very good, Regina. But there is a general correction. I am good at in wrong. I am good at. Okay, that's a slip of tongue. And the slip of tongue എന്ന് പറഞ്ഞാല് നമ്മള് വായിൽന്ന് അറിയാതെ വാക്കുകൾ അങ്ങോട്ട് വന്നു പോകുന്നതിന് അല്ലെ, സ്ലിപ്പായി പോകുന്നതിന്, തെന്നി പോകുന്നതിനാണ്. യെസ്. അപ്പോ ഗുഡ് അറ്റിന് ശേഷം ഇന്ന് ഉപയോഗിക്കാൻ പാടില്ല. ചെറിയ ചെറിയ മിസ്റ്റേക്കുകളാണ്, ബട്ട് നമ്മൾ അത് ശ്രദ്ധിക്കേണ്ടതാണ്. ഓക്കെ, നെക്സ്റ്റ്. ആരോ ഒന്ന് Sir, I have a doubt. പേര് Sir. പറയും. Nasya. Sir, I am capable of I am capable at അറിയാൻ പറ്റുമോ? ഐ ആം കേപ്പബിൾ ഓഫ് എന്നാണ് വേണ്ടത്. കേപ്പബിളിന്റെ ശേഷം വരുന്ന അറിയാൻ പറ്റുമോ? ഓഫ് ആണ്. ഇനി അറ്റ് റെയർ മറ്റേതെങ്കിലും യൂസേജ് ഉണ്ടോ എന്നുള്ളത് എനിക്ക് സംശയമുണ്ട്, നിങ്ങൾ അങ്ങനെ ചോദിച്ചുകൊണ്ട്. സോ പ്ലീസ് റെഫർ എനി ട്രസ്റ്റഡ് വെബ്സൈറ്റ് ഓർ ഐ വിൽ ജസ്റ്റ് ലുക്ക് ഫോർ ഇറ്റ്. കേപ്പബിൾ ഓഫ് എന്നേ ഉള്ളൂ. കേപ്പബിൾ ഓഫ് എന്നാണ് പൊതുവെ നമ്മളൊക്കെ ഉപയോഗിക്കാറുള്ളത്. ബട്ട് അറ്റ് എന്നുള്ള ഒരു പ്രിപ്പോസിഷൻ ഉപയോഗിക്കുന്നുണ്ടോ ഇല്ലേ മറ്റേതെങ്കിലും സാഹചര്യത്തില് നമുക്ക് അങ്ങനെ ഗസ് ചെയ്യാനൊന്നും പറ്റില്ല. ഇംഗ്ലീഷിൽ ഒരുപാട് തരത്തിലുള്ള പ്രയോഗങ്ങളൊക്കെ ഉണ്ട്. ഒരു വേർഡ് തന്നെ പല രീതിയിൽ ഉപയോഗിക്കുന്നൊക്കെ ഉണ്ട്. അങ്ങനെ ഉറപ്പിച്ച് പറയാൻ പറ്റില്ല, അതുകൊണ്ടാണ്. യെസ്, നെക്സ്റ്റ്. ഫൗസിയ പറഞ്ഞിട്ടുണ്ടോ? യെസ്, പറഞ്ഞോളൂ. 2 മിനിറ്റും കൂടെ ഉള്ളൂ. ഹലോ സർ. യെസ്, പറഞ്ഞോളൂ. Sir, Regina, റെജീന പറയൂ. Okay, sir. I can how to speak in public. I am good at solve problem. I am capable of think about it. I am able to speak 4 language. ഐ ക്യാൻ ഹൗ ടു സ്പീക്ക് ഇംഗ്ലീഷ് എന്നല്ല വേണ്ടത് റെജിന മാഡം. ഐ നോ ഹൗ ടു സ്പീക്ക് ഇംഗ്ലീഷ്. എനിക്ക് ഇംഗ്ലീഷ് സംസാരിക്കാൻ അറിയാം. അത് മറ്റൊരു രീതിയാണ്. നിങ്ങൾക്ക് ഇങ്ങനെ പറയാം, ഐ ക്യാൻ. സിമ്പിൾ അല്ല, ഐ ക്യാൻ സ്പീക്ക് ഇംഗ്ലീഷ്. Okay, thank you for catching me. Don't worry, it's not. Thank you, പറഞ്ഞോളൂ. I am good into business. I am ability to driving my car. I am good into business. I am able to training technical field demonstrations. Okay, I am able to എന്നാണ് മറ്റത്. ഗുഡ് അറ്റ്, ഐ എം ഗുഡ് അറ്റ്. ചില വാക്കുകൾ നിങ്ങൾ പറയുന്നത് വ്യക്തത കിട്ടുന്നില്ല, അതുകൊണ്ടാണ്. ഡോണ്ട് വറി, നമ്മൾ പറഞ്ഞ് അത്. യെസ്, ഐ ആം ഗുഡ് അറ്റ് ട്രെയിനിങ്, അങ്ങനെ പറയാം. നെക്സ്റ്റ്. ഒരു മിനിറ്റ്. എന്താണ്? ഓമന പറയൂ. I can sing a song. I am good at work hard. I am able to speak Hindi.
I am capable of reading story. I am good at work hard എന്നല്ല വേണ്ടത്. I am good at working hard. I am good at working hard. I am good at working hard. I am capable of reading story. Very good. I am capable of reading stories. നമ്മുടെ ഇന്നത്തെ സെഷൻ ഇവിടെ പൂർണ്ണമാവുകയാണ്. ഇന്ന് ജോയിൻ ചെയ്ത എല്ലാവർക്കും ബിഗ് സല്യൂട്ട് ആൻഡ്